ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം. There also appears to be a distinct and grave possibility that the original gold-clad Dwarapalakas were disposed of to a willing purchaser for a substantial monetary consideration. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പ വിശ്വാസിയാണ്. എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് വലിയ ബഹുമാനവും വിശ്വാസവും ഉള്ളയാളാണ്. എന്നെ പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. എന്നാൽ അവിശ്വാസികളുടേതായ ഈ സർക്കാർ അയ്യന്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട്, ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ആക്രമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യക്തികളെയും ഒരുപാട് ചോദ്യങ്ങളും നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് യഥാർത്ഥ ചോദ്യം മുങ്ങിപ്പോക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല. നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, ശബരിമലയിൽ അയ്യന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളി എവിടെയാണ്? ഇപ്പോ ഇന്നലെ നിയമസഭയിൽ കേരളത്തിന്റെ ബഹുമാന്യനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തവണ ആവർത്തിച്ചത് കോടതികളെയും കോടതികളുടെ പരാമർശങ്ങളെയും പറ്റിയിട്ടാണ്. അങ്ങനെയാണ് എങ്കിൽ ബഹുമാന്യനായ കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രിയോട് ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം. There also appears to be a distinct and grave possibility that the original gold-clad Dwarapalakas were disposed of to a willing purchaser for a substantial monetary consideration. ആ സ്വർണപ്പാളി